ഹായ് ഫ്രണ്ട്സ്, MD കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാംഗോ ഐസ്ക്രീമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പാല് 1/2 ലിറ്റർ എടുത്ത് ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന ആട നമ്മൾ കളക്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ പാല് കുറുകി വരുമ്പോൾ ആട നമ്മൾ കളക്ട് ചെയ്ത് വെക്കാം. ഈ കളക്ട് ചെയ്ത ആടയൊക്കെ നമ്മളൊരു ഗ്ലാസ്സിൽ ആക്കി വെക്കാം. പാലെപ്പോഴും സ്ലോ ഫ്ലെയിമിൽ ഇരിക്കാവോ, അപ്പോഴേ ആട കിട്ടത്തുള്ളൂ. അത് ഫ്രീസറിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചതിന് ശേഷം നമ്മളൊരു 2 മാങ്ങ എടുത്തിരിക്കുകയാണ്, പഴുത്ത മാങ്ങ. അതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഈ പാലിൻ്റെ ആട അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനിടയിൽ കുറച്ചും നമ്മൾ കാച്ചിയ പാല് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമ്മളിതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം ഒന്ന് നമുക്ക് അടപ്പിട്ട് അടച്ചു കൊടുക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഇനി ഇത് 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ ഇത് ഫ്രീസ് ചെയ്തെടുക്കണം. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ ഇപ്പം 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇതുപോലെ ജാർ എടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക. ഐസ്ക്രീമിൻ്റെ ഒരു ക്രീമി ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ അതേ കണ്ടെയ്നറിൽ തന്നെ ഇത് വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം വെക്കണം. എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഫ്രീസ് ചെയ്ത 8 മണിക്കൂർ ഫ്രീസ് ചെയ്ത ഐസ്ക്രീം എടുത്തു നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഐസ്ക്രീമാണിത്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പിങ്സ് ആയിട്ട് നിങ്ങൾക്ക് കാഷ്യൂ നട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അലമണ്ട് യൂസ് ചെയ്യാൻ അതിൻ്റെ മുകളിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.